ഹലോ എവരിവൺ. അപ്പോൾ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞ് നമ്മുടെ സ്റ്റുഡൻസിനോട് എക്സാം എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ഫീഡ്ബാക്ക് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് എക്സാം അത്യാവശ്യം ടഫ് തന്നെയായിരുന്നു. ഓപ്ഷൻസ് ഒക്കെ അത്യാവശ്യം ട്രിക്കി ആയിരുന്നു. ഇപ്പം കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോഴും ഓപ്ഷൻസും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉള്ളതായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പം പല സബ്ജക്ട്സുകൾ വരുന്നൊരു സിലബസ് ആണ്. ഫോറൻസിക് ഉണ്ട്, അതേപോലെ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, ഫിസിക്സ് തുടങ്ങി ഒരുപാട് സബ്ജക്റ്റുകൾ വരുന്ന ഒരു സിലബസ് ആയിരുന്നു സയൻറ്റിഫിക് ഓഫീസറിൻ്റെത്. അപ്പോൾ ചില സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ വീക്ക് ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ആയിരുന്നു എന്നുള്ള രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പലർക്കും പല രീതിയിലാണ് ഒപ്പീനിയൻ വന്നിട്ടുള്ളത്. ചിലർക്ക് കെമിസ്ട്രി ടഫ് ആയിരുന്നു, ചിലർക്ക് ബയോ കെമിസ്ട്രി ടഫ് ആയിരുന്നു, ചിലർക്ക് ഫോറൻസിക് ടഫ് ആയിരുന്നു. അത് ഓരോരുത്തരുടെ സ്ട്രോങ് ഏരിയാസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിന് മുകളിൽ നിൽക്കുന്ന ഒരു എക്സാം എന്ന രീതിയിലാണ് സയൻറ്റിഫിക് ഓഫീസറിൻ്റെ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എക്സാം എന്തായാലും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ എക്സാം നല്ല രീതിയിൽ എഴുതിയ സ്റ്റുഡൻസ് ഉണ്ടാവും. അത്യാവശ്യം സിലബസ് ഒക്കെ കവർ ചെയ്ത് കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ച് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പം ഈ എക്സാം നല്ല രീതിയിൽ എഴുതിയവരും ഉണ്ടാവും, ഇൻ കേസ് നല്ല പ്രതീക്ഷിച്ച പോലെ എഴുതാൻ പറ്റാത്തവരും ഉണ്ട്. അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ മുന്നിൽ ഇനിയും അവസരങ്ങളുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി നിങ്ങളുടെ മുന്നിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആണ് വരാനിരിക്കുന്നത്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ ഇന്നാണ് വരുന്നത്. അതേപോലെ ടെക്നിക്കൽ അസിസ്റ്റന്റ്, അതേപോലെ ഓൾറെഡി നോട്ടിഫിക്കേഷൻസ് വന്ന റെയിൽവേയിലെ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ്, അതേപോലെ DRDOയിലെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബി. അപ്പം ഇത്രയും പോസ്റ്റുകളുടെ എക്സാം നിങ്ങളുടെ മുന്നിൽ ഇനിയും ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി 2 നോട്ടിഫിക്കേഷൻസ് ഇന്ന് വരികയാണ്. അപ്പം നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ ഇവിടെ തീരുന്നില്ല. നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഫ്ലോയിൽ തന്നെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ കോഴ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് കഴിഞ്ഞ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ആൻസർ കീ അനാലിസിസ് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി നിങ്ങളുടെ മാർക്ക് അനാലിസിസ് നടത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.